ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് റെസ്റ്റൊക്കെ എടുത്ത് എന്താ പറയുക ഒന്ന് എനർജറ്റിക് ആയിട്ട് ഇപ്പോൾ പോകുന്നത് നമ്മൾ ബസാറിലാണ്. ബസാറെന്ന് വെച്ചാൽ നമ്മളെ ഇവിടുത്തെ ടൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടൗണിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതേ എല്ലാവരും ഇറങ്ങി, വണ്ടിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, ഓക്കെയാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഏരിയ. ഇത് നമ്മളെ വീട്, നമ്മളെ വീട്. പിന്നെ നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. കച്ച പാർക്കിംഗ് എന്നൊക്കെ പറയും ദുബൈയിലൊക്കെ. വെച്ചാല് അങ്ങനെ പാർക്കിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല, നമുക്ക് പാർക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ഇവിടെയൊക്കെ പാർക്കിംഗ് ഫ്രീ ആണ്, നോ പ്രോബ്ലം. പിന്നെ ആ കാണുന്നതാണ് സൂപ്പർ മാർക്കറ്റ്. എല്ലാം കിട്ടും, അത്യാവശ്യമുള്ള സാധനമൊക്കെ കിട്ടും. അപ്പം ഞാൻ ആ വൈറ്റ് വണ്ടിയിലും ഉപ്പയമ്മയൊക്കെ ഈ വണ്ടിയിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മള് എത്തിയിട്ടുണ്ട് ബസാറിൽ. അതിന് പാർക്കിങ്ങിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ ഫ്രണ്ടിൽ ഒരാൾ വണ്ടിയായിട്ട് എന്തോ സംസാരമായിട്ടുണ്ട്. ഇതവിടെ കണ്ടോ, എന്തോ സംസാരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ആകുന്നത് റൈറ്റിലേക്ക് പോകാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പോ ഇതൊക്കെ ടാക്സിക്കാരാണെന്ന് തോന്നുന്നു. ഇത് മറ്റേ ഇത് ടാക്സി ആണല്ലേ? ഇടിച്ചല്ല, ഇതെവിടെ ഇടിച്ചു? ഇതവിടെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ആരെ എത്ര വണ്ടി ഇടിച്ചെന്ന് അറിയില്ല. 1, 2 അതും അറിയില്ല. ഇത് ടാക്സി ആണെന്ന് തോന്നുന്നില്ലേ ഇവിടുത്തെ? അപ്പൊ കളർ എന്താ മഞ്ഞ കളർ അല്ലാത്ത? അതെ അതെ, ഇവിടെയൊക്കെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ടാക്സി കാര്യങ്ങള്. പിന്നെ ഇത് വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ ഉണ്ടോ? അന്ന് പോണം. പിന്നെ ജസ്റ്റ് ഒന്ന് മെട്രോ കാണിക്കാൻ നടന്നു പോവാം. പിന്നെ അപ്പൊ നമ്മള് ബസാർ കറങ്ങിയതിനു ശേഷം ഇവിടുത്തെ മെട്രോ ഉണ്ട്. കുറെ വർഷമായില്ലേ മെട്രോ അല്ലേ? നോക്കാം, നമുക്ക് മെട്രോ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാം. നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ 9 മണി സമയത്തേ 9 മണി കഴിഞ്ഞു. അപ്പോ 10, 11, 12, 1 മണി വരെയൊക്കെ ഉണ്ടാവും തോന്നുന്നു ബസാറ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബസാർ ഫുള്ള് കറങ്ങി കാണാൻ പറ്റുമെന്ന് അറിയില്ല. വലിയ ബസാറാണ്. ഇപ്പൊ ബസാറിന്റെ എൻട്രൻസിലേക്ക് കയറിയിരിക്കുന്നത് ഞങ്ങള്. ഓക്കെ, പാർക്കിങ്ങിലേക്ക് പോവാണ് ഞങ്ങള്. പാർക്കിങ്ങിൽ പോയിട്ട് പിന്നെ ബസാറിന്റെ ഉള്ളിൽ കയറും. അപ്പൊ നമ്മൾ ഈ ഉള്ളിൽ കയറിയിട്ട് കാണാം. ഓക്കെ, അപ്പോ നമ്മള് ബസാറിലേക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയാ, മുയല്, പ്രാവ്, അതുപോലെ ലവ് ബേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വെള്ള എലി? അത് എലി, ആമയൊക്കെ ഉണ്ട്. എലി, ആമയൊക്കെ എല്ലാം ഉണ്ട്. അപ്പോ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഫ്രൂട്ട്സിന്റെ കടയുണ്ട്. പിന്നെ പുകയില, ഇവിടുത്തെ ഒരു ടൈപ്പ് പുകയിലയാണ്. നമ്മളെ ദുബൈയിലൊക്കെ ഉള്ള പോലത്തെ മറ്റേ സാധനമില്ലേ, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അതുപോലെ കടലയാണെന്ന് തോന്നുന്നു, കടലയും മറ്റേതൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മളെ സുഗന്ധദ്രവ്യങ്ങളും കാര്യങ്ങളും മറ്റേതൊക്കെയാണ്. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. വേണ്ട, അടിപൊളി ഒക്കെ ഉണ്ട്. പിന്നെ പിസ്സ ആണെന്ന് തോന്നുന്നു. പിസ്സ, ബർഗർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പ് കാര്യങ്ങളൊക്കെ. പിസ്സേന്റെ ഷോപ്പൊക്കെ ഉണ്ട്. ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, ഈ ചൂടില്ല ഇവിടെ നോർമലി. ഇപ്പൊ ഉച്ചക്കൊക്കെ ഒരു ചെറിയ ചൂടുണ്ടാവും, വെയിലൊക്കെ അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് കൂളിംഗ് ആക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവർ ചെയ്തിരിക്കുന്നത് ചെറിയ രീതിയിൽ. അത് ഓഫ് ചെയ്തു ഇപ്പൊ അവര്.
ചെറിയ രീതിയിൽ മറ്റേതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലെ പോലെ ഹായ് ഹലോ ഹായ് മറ്റേ ഗ്രിൽ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഐസ്ക്രീം കാര്യങ്ങള്, അതുപോലെ കബാബ് കുബിത എല്ലാം ഉണ്ട് ഇവിടെ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊരു ഹോട്ടലാണ് സംഭവം. 10 രൂപ ഇത് കുബിത ഉണ്ടാക്കുന്നത് ഇവിടെ, ആള് കുബിത ഉണ്ടാക്കുന്നത് അടിപൊളിയായിട്ട്. ഇതെന്നാ ചൂടുന്നാ 10 രൂപ ചൂടുന്നല്ലേ? അതെ, ഉണ്ടാക്കിട്ട് അതിൽ വെക്കും. ഓക്കെ, നടന്നോളി. ഇവിടുന്ന് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ ഐറ്റംസ് സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജ്യൂസിന്റെ കടകളും കാര്യങ്ങളും. ഓള് നെയ്ഹ ഇങ്ങനെ തന്നെയാ നോക്കണേ. നെയ്ഹ നമ്മളെ നോക്കണേ. ഫൈറൂസ് ഒക്കെ ഉണ്ടല്ലോ. ഒന്നവിടെ ചൂടിന്റെ ചെറിയ സമയമായതുകൊണ്ട് ഇവിടെ കൂടുതലും ഈ ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. ഫുഡിൻ്റെത് ആൾക്കാർ വരുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ കബാബ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഷവർമ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു ഷോപ്പുണ്ട്, റെസ്റ്റോറന്റ് കോഫി ഷോപ്പ്. റെസ്റ്റോറന്റ് കോഫി ഷോപ്പാണ്. ബസാറില് കേറിയിട്ടില്ല. ഇതൊന്നല്ല വാഷ്. ഇതാണ് കുറച്ച് ഫേമസ് ആയിട്ട് ഇപ്പൊ കാണുന്ന മൊബൈല്. ഇതാണ് ലവാഷാക്ക് ഇപ്പൊ കുറച്ച് ഫേമസ് ആയിട്ട് ദുബൈയിലൊക്കെ കളിക്കുന്നില്ല. ഇവിടുത്തെ പ്രോഡക്റ്റ് തന്നെ. ഇവരെന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. ലവാഷാക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. പോട്ടെ സൈഡ് ഇതേ. അപ്പൊ നമ്മൾ ഇതിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോ എൻട്രൻസിൽ നിന്ന് നമ്മള് എന്താക്കാണ്, ഇങ്ങനെ പോവാണ്. ഇതാക്കിട്ട് എടുത്തിട്ട് പോവാണ് ഇങ്ങനെ ഫോട്ടോ. ഇവിടുന്ന് ആൾക്കാർ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്താ പറയാ, അടിപൊളി ഫോട്ടോസ് ഒക്കെ ഇട്ടു ഇവിടുന്ന് ആൾക്കാർ. ബാബുണ്ട് പുള്ളില് എന്തോ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോ അതുകൊണ്ട് ആ എൻട്രൻസ് ക്ലോസ് ആണ്. ഇവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഉള്ളില്. അല്ലെങ്കിൽ അതുവഴി ഉള്ളിൽ കൂടെ തന്നെ പോകാൻ പറ്റുമായിരുന്നു, പക്ഷെ അത് ക്ലോസ് ആണ്. ഇവിടെ മെയിൻ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ. ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ എന്താ പറയാ, ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. ആൾക്കാരുണ്ട്, പാവള വെക്കുന്നു. ഞാൻ ഫോട്ടോ എടുത്തുതരാം എല്ലാവർക്കും. അതല്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തിരിച്ചു വരുമ്പോ ഇതൊക്കെ ഓഫ് ആക്കൂലോ. അപ്പൊ ആൾക്കാർ നമ്മള് മാർക്കറ്റിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുമ്പേ ഉള്ള ഒരു എൻട്രൻസ് ആണിത്. പക്ഷെ ലെങ്തി ഉള്ള എൻട്രൻസ് ആണിത്. ഇവിടെ എന്തല്ലോ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങള്, തലയിലിടുന്ന ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട് ഇവിടെ മുഖത്തൊക്കെ. ഇത് നല്ല രസമുണ്ട് കാണാൻ. 3D പോലെ. ആൾക്കാരെന്താ വിചാരിക്കണ്ടെന്നറിയാം, നിങ്ങള് ബ്ലോഗറാണ്, ഞാൻ നിങ്ങളെ ഗൈഡാണ്, ഞാൻ നിങ്ങളോ പറഞ്ഞു തരുമ്പോ
ദേശത്തിലുള്ളതുകൊണ്ട് അല്ലേ? ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് നമ്മളെ സംസാരമൊക്കെ കേട്ടിട്ട്. ഞാൻ ഒന്നാമത് വ്ലോഗ് ചെയ്യുന്ന വെച്ചാല് പിന്നെ മലയാളത്തിലാണല്ലോ. അപ്പോ അതിന്റെ ഇടയ്ക്ക് വൈഫ് എനിക്ക് പാർസിൽ പറഞ്ഞു തരുന്നുണ്ട് എന്തെന്നാ സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ അപ്പൊ ആളുടെ ഡ്രസ്സാണെങ്കിൽ ഇവരെ ബന്ധിരിക്കുന്നുള്ള ഇവരെ സ്ഥലത്തുള്ള ആ ഒരു ഡ്രസ്സാണ് വൈഫ് ഇട്ടിരിക്കണത്. അത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. അവളെ അത് അവർക്ക് മാത്രമേ ഉള്ളൂ. ആ ഏരിയയുള്ള ബന്ദറിൽ താമസിക്കുന്ന നോക്കിട്ട് വിടും. ബന്ദറിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രം യൂസ് ചെയ്യുന്നതാണ് ആ ഡ്രസ്സ്, ട്രഡീഷണൽ ഡ്രസ്സ്. ബാക്കിയുള്ളവരും നോർമൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് പോവാ. ഇത് സംഭവം എന്ന് വെച്ചാല് ഇത് പണ്ടത്തെ ജയിലാണ്. ഓൾഡ്, വെരി വെരി ഓൾഡ്. ഷാന്റെ ഭരണകാലത്ത് അതിന്റെ മുമ്പുള്ള ഇപ്പൊ മരിക്കുന്നൊക്കെ ആൾക്കാർ മാറി, ഇവിടുത്തെ ഭരണമൊക്കെ മാറിയല്ലോ. അപ്പോ ഇപ്പത്തല്ല, ഒരുപാട് ഓൾഡ്, ഒരുപാട് പഴയത്. ഇത് ജയിലാണ് എന്നാണ് ഇപ്പോ എന്നോട് ഉപ്പ പറഞ്ഞത്. क्या नाम है? ये जेल का करीम खान निजाम पहले जमाना से बहुत जमाना पुराना ओल्ड. करीम खान निजाम അങ്ങനെയാണ് പറയുന്നത്. ബസാറിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണിത്. തലയണ, അതുപോലെ കാർപ്പറ്റിന്റെ സാധനം, പാത്രങ്ങൾ കണ്ടോ? പാത്രങ്ങള്, പലതരം പാത്രങ്ങള്, അടിപൊളി പാത്രങ്ങളുണ്ട്. പിന്നെ വീട്ടുപകരണങ്ങള്, വീട്ടിലേക്ക് വേണ്ടിയ എല്ലാ ടൈപ്പ് ഉപകരണങ്ങളും ഉണ്ട് ഇവിടെ. ഡ്രസ്സ്, പല ടൈപ്പ് ഡ്രസ് ഉണ്ട്. പിന്നെ കുട്ടികളെ കളിപ്പാട്ടങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട്. പലതരം കളിപ്പാട്ടങ്ങള് കുട്ടികള് കാര്യങ്ങളൊക്കെ ഉണ്ട് മൊബൈലില്. അപ്പോ പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങള്, ഉപകരണങ്ങള്, കാര്യങ്ങള്. ഇയാളെന്തോ പറയുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നു. വില പറയാ? അയാള് വില പറയാണെന്ന് പറയുന്നത്. ഇവിടുത്തെ വിലകളൊക്കെ പറയാണ്. നമ്മളളി എന്തോ വാങ്ങിക്കുന്നുണ്ട്, നമ്മളളിയും കുട്ടി എന്തോ വാങ്ങിക്കുന്നുണ്ട് അവിടുന്ന്. ഞാൻ അങ്ങനെ നോക്കിട്ട് പോവാം. ഇവിടെ ഡ്രസ്സാ ഉള്ളത്, ഇവിടെ കാര്യമായിട്ട് ഡ്രസ്സാ ഉള്ളത്. ഇവിടെ ഡ്രസ്സാണ്. ഇവിടെ വോളിലൊക്കെ വെക്കാൻ പറ്റിയ ഇത് കാണുന്നുണ്ട്. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. നോക്കട്ടെ, നല്ല വീട്ടിലേക്കൊന്നും മേടിക്കാൻ പറ്റുമെങ്കിൽ. അപ്പൊ ഗൈസ് കണ്ടോ, പിന്നെ ഇഷ്ടംപോലെ ഷൂസ് കിടക്കുന്നുണ്ട് ഇവിടെ. ഷൂസ്, ഡ്രസ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നല്ല രസമല്ല ഡ്രസ് അല്ലേ, ഷൂലേ? പോണാ. പിന്നെ നമ്മളെ ഡ്രസ്സ്, നിങ്ങളെ ജീൻസ് പാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഡ്രസ് എന്താ വേണം എടുത്തു, നല്ല ഡ്രസ് ഉണ്ട് എടുത്തു. ജാക്കറ്റ് ഇതൊക്കെ നല്ല. പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഇതൊക്കെ എന്തൊക്കെയുണ്ട് സാധനങ്ങൾ. ഇത് ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സിലെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, സ്വീറ്റ്സ്, സ്വീറ്റ്സ് അല്ലേ? എനക്കൊന്നു വേണം. ഗ്ലാസും കാര്യങ്ങളൊക്കെ ബാഗ് കാര്യങ്ങളൊക്കെ, ബാഗ്, എയറിന്റെ ബാഗൊക്കെ ഉണ്ട്. RBK എയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടില്, തണുപ്പ് പോകാതിരിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇത് പിന്നെ ഇതാ പെർഫ്യൂമിന്റെ കട, പെർഫ്യൂംസ് കാര്യങ്ങൾ. ഇഷ്ടംപോലെ പെർഫ്യൂം.
ചെടികള്, മോതിരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് ഐറ്റംസ്. ആർക്ക്? എനക്കോ? എന്റെ മോളതാണ് ഇങ്ങനെ ഷിറാസ് ടൗണിൽ കൂടി ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ അവള് ലാസ്റ്റ് ഘട്ടത്തിൽ അങ്ങനെ ഉമ്മാനെ കണ്ടുപിടിച്ച് ഉമ്മ ഇങ്ങനെ കുറച്ച് വിട്ടുമാറി നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവൾ എടുക്കാൻ പറയും. അതുകൊണ്ട് പിന്നെ അങ്ങനെ എല്ലാവരും നമ്മൾ എത്തി. കുറെ ആൾക്കാർ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അള്ളിനൊരു പാന്റ് മേടിച്ചിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, അത്യാവശ്യം ഇഷ്ടം പോലെ ഉണ്ട് വീട്ടുപകരണങ്ങൾ. പിന്നെ ഡ്രസ്സ് കാര്യങ്ങള് ഉണ്ട്. അവിടുത്തെ വീട്ടുപകരണങ്ങൾ ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ട് ഇവിടെ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ വീട്ടിലേക്ക് വേണ്ടി. പിന്നെ ഡ്രസ് ഐറ്റംസ് ഉണ്ട്. ഇല്ല. അപ്പൊ ഞങ്ങൾ നടന്ന് ഒരുപാട് സ്ഥലങ്ങളിലെത്തി, ഒരുപാട് സ്ഥലം കവർ ചെയ്തു. ഒക്കെ ഇങ്ങ് കാണിച്ചു തരാണ് എന്തൊക്കെയുള്ള ഇവിടെ. വാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫ്യൂം, അത്തർ, സ്പ്രേ, ലിപ്സ്റ്റിക്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാ സാധനങ്ങളും. അങ്ങനെ ബസാർ വേറെ സൈഡിലെത്തി. വേറെ സൈഡിലേക്ക് എത്തി. ഞങ്ങളിപ്പോ അങ്ങോട്ടേക്ക് നടന്നുകൊടുക്കുകയാണ്. കുഞ്ഞ് കരയുന്നുണ്ട്. അപ്പൊ കുഞ്ഞ് കരയുന്നതുകൊണ്ട് ഞാൻ കുറെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ബാക്കിയുള്ള ഇങ്ങനെ പോവാണ്. വില ഓക്കെ ആണോ നോക്കിയേ. ഞങ്ങൾ ഇവിടുന്ന് സാധനം മേടിക്കുന്നുണ്ട്, നോക്കട്ടെ. അച്ചാറുകൾ, എന്തെല്ലാം ടൈപ്പ് അച്ചാറുകളാണ്. ഒരുപാട് ടൈപ്പ് അച്ചാറുകളാണ്. ഹൽവേന്റെ ഷോപ്പാണ് ഇത്. ഹൽവ കാര്യങ്ങളൊക്കെ, സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ് ഇത്. ഉണ്ടോ ഹൽവ? പല ടൈപ്പ് ഹൽവ ഉണ്ട് ഇവിടെ. ഒരുപാട് ടൈപ്പ് ഹൽവാസ് ഉണ്ട്. സ്വീറ്റ്സ് വെച്ചുണ്ട്. എടുത്തോ. നട്ട്സ് അതാ ടേസ്റ്റ് ഉണ്ടാവാ. ആ എത്ര പൈസ? ഇതാ 220. എന്താണ്? ആ ഓക്കെ ഓക്കെ. കഴിച്ചില്ല. ഇത് അപ്പൊ ഗൈസ് നമ്മള് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി. അപ്പോ അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങളിപ്പോ അങ്ങോട്ട് നടന്നുകൊടുക്കുകയാണ് വേറൊരു സൈഡിലേക്ക്. ഇപ്പൊ ഷോപ്പുകൾ ചില ആൾക്കാരൊക്കെ ക്ലോസ് ചെയ്തു. അപ്പൊ വാങ്ങിയൊരു ഷോപ്പിൽ നിന്ന് ആൾക്കാർ ഇപ്പൊ ക്ലോസ് ചെയ്തു. ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നു. അവര് ക്ലോസ് ചെയ്തു. ഞങ്ങളങ്ങനെ നടന്ന് പോവാണ് ഇങ്ങോട്ട് അടുത്ത ഷോപ്പിലേക്ക്. നേരത്തെ വന്ന പോലത്തെ സ്ഥലമാണ് തോന്നുന്നു. നേരത്തെ വാങ്ങിയ പോലത്തെ സാധനം തന്നെ ഇവിടെ കാണുന്നത്. ലവോഷാക്ക് എന്ന് പറയും. ഇപ്പം ദുബൈയിൽ കുറച്ച് ഫേമസ് ആയിട്ടില്ലേ സാധനം? ദുബൈയിൽ ഞാൻ കണ്ടിരുന്നു ഒരു ലവോഷാക്ക്. ദുബൈത്തെ ലവോഷാക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് പ്രൊഡക്റ്റ്
ഈറാൻ പ്രൊഡക്ട്സ് ആണ് ആ ഇത്. പീച്ചിന്ന് അതുപോലെ ബെറീസ് എന്നൊക്കെ ഉണക്കി ഉണ്ടാക്കുന്ന സാധനം. ആ ശരി. ഇതെല്ലാം അത്. ലവാഷ് അത്. അനാറിന്റെ ഇതൊക്കെ ഇതാണ് ലവാഷ്. അനാറിന്റെ കുരുവാണ് ഇതില്. അനാറിനൊക്കെ വരുന്ന ഐറ്റംസ് ആണ് പ്രൊഡക്ട്സ്. ഓരോ ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്ന സാധനം അല്ലേ? ഇവിടൊക്കെ ഏകദേശം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഷോപ്പുകൾ, അച്ചാറ് കാര്യങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്. ഇതാ നമ്മളെ ടീം ഇവിടെ ഉണ്ട്. ഇതാരാ മക്കളെ? ഇതുണ്ട് ഐസ്ക്രീം ഉണ്ടോ? ഇതൊക്കെ ഐസ്ക്രീം ഉണ്ട്. ഫലൂദ, ഇവിടുത്തെ ഫലൂദ ഡിഫറെന്റ് ഫലൂദ ഉണ്ടോ? ഇവിടുത്തെ ഫലൂദ നോക്കുമ്പോൾ സേമിയം ടേസ്റ്റ് ഉണ്ട്, സാഫറും ടേസ്റ്റ് ഉണ്ട്, പിസ്താഷ്യോ, സ്ട്രോബെറി, വാനില. എന്നാ ഒരു പാനം എടുക്കേ, എനിക്ക് സാഫ്രോണും മിക്സും സാഫ്രോൺ ഫലൂദ ആക്കിയാലോ? ഓക്കെ, അല്ല ബെറ്റർ. നമ്മള് മേടിക്കാനുള്ള പ്ലാനാണ്. ഇതില് വേറെന്തോ ഡിഫറെന്റ് ടൈപ്പ് മറ്റേ ഇതുണ്ട്, ഐസ്ക്രീം, ഓറിയോ, സ്ട്രോബെറി, പൈനാപ്പിൾ ടൈപ്പ് ഒക്കെ ഉണ്ട്. ഈ ഷോപ്പിന്റെ പേരാണ്, ഷിറാസിലുള്ള ഷോപ്പാണ് ഇത്. ഇതാണ് ഈ ഷോപ്പ് വരുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്, ഐസ്ക്രീം എല്ലാം ഉണ്ട്. ഇതാണ് ഷോപ്പ് വരുന്നത്. ഈ ഷോപ്പിലെല്ലാം കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മൾ മേടിച്ചത് ഒന്ന് സാഫ്രോൺ ഫലൂദ പ്ലസ് ഐസ്ക്രീം സാഫ്രോൺ ഐസ്ക്രീം ഒക്കെയാണ് വാങ്ങിയത്. അപ്പൊ ഗൈസ് കണ്ടോ, വരച്ചു കൊടുക്കുന്ന മുഖത്ത് വരച്ചു കൊടുക്കുന്നതാണിത്. പെണ്ണുങ്ങളൊക്കെ മുഖത്ത് വരക്കുന്ന ആൾക്കാർ. ഫേസ് ഡ്രോയിങ്, ഫേസ് ഡ്രോയിങ്. ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരാണ് ഇന്ന്. എന്താ ഫുൾ ആൾക്കാരാണ്. ഇപ്പൊ വേറെന്താ സംഭവം ഉണ്ട്, നേരെ കൂടി പോയിട്ട് ഓൾറെഡി പോയി ഉണ്ടോ? ആ നമുക്ക് അങ്ങോട്ട് പോവാം. വേറെ സംഭവം അതാ, മേലേക്ക് പോയിട്ട് താഴേക്ക് വരുന്നു. നടന്നോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ബസാറിലെ സാധനങ്ങളൊക്കെ, ബസാറിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള അതും കണ്ട് ചെറിയൊരു പാർക്കായിരുന്നു. ആൾക്കാരൊക്കെ വന്ന് ഇവിടെ വെക്കുന്നുണ്ട്. ചെറിയൊരു പാർക്കാണ്. ആ ബാബ ഇതാ ബാബ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒന്ന് പോയി കഴിഞ്ഞില്ല, ഇനിയൊന്നുമില്ലല്ലോ, പോവാം. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഈ ബലൂണൊക്കെ ഇങ്ങനെ വിറ്റ് പോകുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ എന്താക്കുന്നുണ്ട്, ഇങ്ങനെ മേടിക്കുന്നുണ്ട്. പിന്നെ അപ്പോ എന്താ പറയാ, ഇങ്ങനത്തെ സാധനം ഇവിടെ കൊണ്ടാക്കുന്നത് പാർക്കാണല്ലോ. എവിടുന്നതാ പിന്നെ വോളിബോൾ കളിക്കുന്നുണ്ട് ആൾക്കാർ. വോളിബോൾ കളിക്കുന്നുണ്ട് ആൾക്കാര്. വോളിബോൾ അല്ലേ ഇത്? വോളിബോൾ റൈറ്റ്? we only taking video. ഓരോ വീഡിയോ എടുക്കാനാണ് വോളിബോൾ കളിക്കുന്നത്. ഇവിടുത്തെ പിള്ളേരാണ്. പൊങ്ങി ജയിലിന്റെ അടുത്തേക്ക് പോയി. നാട്ടി കൊടുക്കട്ടെ. कैसा है? ठीक है, अच्छा है, गुड, इंडिया केरला, इंडिया हिंदुस्तान. कासरगोड. You are from Kasargod? हमारा एक दोस्त है. हाँ दोस्त है. हाँ दुबई दोस्त. हाँ मी also दुबई working. मैं दुबई में अलबरहा, देरा अलबरहा. अच्छा. हाँ अब साथ है. ओके ठीक है. अच्छा से हिंदी बोलते हैं. ओके खुदा हाफिज. സത്വേല് ഒരു ഫ്രണ്ട്സ് ഉണ്ട് മറ്റേ കാസർഗോഡുള്ള. അപ്പൊ അവരായിട്ട് നല്ല ദോസ്തായതുകൊണ്ട് ഒരിക്കൽ ഹിന്ദി അറിയാം.
അപ്പൊ ഹിന്ദിയിൽ സംസാരിച്ചിട്ട് മനസ്സിലായി മലയാളീസാന്ന് ചോദിച്ചാ എവിടുന്നാണ് നിങ്ങൾ എവിടുന്നാണ് ഞാൻ പറഞ്ഞു കേരള എന്ന് പറഞ്ഞു കേരള എവിടെയാന്ന് ചോദിച്ചപ്പോ ഞാൻ കാലിക്കറ്റ് ഹൗ ആർ യു ഗുഡ് അതാ നേഹ 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 കം കം നേഹ ഓക്കെ താങ്ക് യു കൂട്ടിക്കോ ഞാൻ കിടക്കാടെ ഇങ്ങോട്ടിക്കോ ഞാൻ എടുത്തോളാം എന്നാ കുറച്ചെടുത്ത് ആർക്ക് വാ ത്രോ ഗുഡ് ഗേൾ ബൈ അപ്പൊ ഗൈസ് ഞങ്ങള് ഈ പാർക്കിൽ നിന്ന് പോകുന്നതാണ്. ഇതാണ് ഷിറാസിലെ പാർക്ക്. ഒരു വലിയ പാർക്കാണ്. അപ്രധാന ജയിലാണ് പണ്ടത്തെ. അതിൽ നിന്ന് പോവാണ്. ഷിറാസ് എന്ന് പറഞ്ഞ എഴുതിയ സ്ഥലമാണ്. ഓക്കെ പോവാം. താങ്ക് യു. എടുത്തുക്കാ അങ്ങനെ ഞങ്ങളെ വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് പോവാണ്. അപ്പോ നമ്മള് ഡിന്നറായിട്ടൊന്നും കഴിച്ചില്ല. ഇപ്പൊ അത് നമ്മളെന്താക്കണം, അപ്പൊ മേടിക്കും പോകുമ്പോ. അപ്പോ എല്ലാരും നടക്കാണ്. പിന്നെ ഐസ്ക്രീം കഴിച്ച് വയറൊക്കെ ഫുള്ളായല്ലായിരുന്നു. ഇയാളതാണ് ഈ ഏരിയ മൊത്തം ഇയാളതായിരുന്നു പണ്ട് കണ്ട ജയിലൊക്കെ. ഇയാളാരാണ്? രാജാവായിരുന്നു. രാജാവിനാണ് മുമ്പുള്ള ആളായിരുന്നു. പണ്ടത്തെ വെരി ഓൾഡ് ബിസിയിലൊക്കെ താമസിച്ച ആൾക്കാരായിരിക്കും. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ അയാളെ പ്രതിമയുള്ളൂ. ഫോട്ടോ ഒന്നുമില്ല. അവിടെ ഏകദേശം ഒരു പ്രതിമ അതാണ്ടാ അവിടെ ഒന്ന് കണ്ടു നിങ്ങള് പ്രതിമ പോലെ ഉണ്ടാക്കിയാണ്ട് അവിടെ. ഇതാണ് അയാളെ ഇത്. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്. അങ്ങനെ ഞങ്ങള് ഇന്നത്തെ ബസാറ് ചുറ്റലും എന്താ പറയാ സാധനം വാങ്ങിക്കലും എല്ലാം കഴിഞ്ഞ്. അപ്പൊ ഞങ്ങളിങ്ങനെ അടിപൊളി എല്ലാത്തിനും ചെന്നിട്ടില്ല. വലിയ ബസാറായതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാനും കഴിഞ്ഞിട്ടില്ല. അതെ പക്ഷെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നാല് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഒരാളെ സൗണ്ട് പോയിട്ടുണ്ട്. സൗണ്ട് പോയി അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞങ്ങളിപ്പോ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ എല്ലാം കൂടി വയറൊക്കെ ഫുള്ളായി. അപ്പം എന്തെങ്കിലും ഷവർമ ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാന്നുള്ളൊരു പ്ലാൻ ആക്കി. അല്ലാതെ വലിയ രീതിയിലൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങളിവിടെ ഷോപ്പിലുള്ളത് ഫുള്ളാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് കിട്ടിയിട്ട് ഞങ്ങൾ നേരെ പോകും. അപ്പോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എപ്പോഴും സപ്പോർട്ട് കൂടെ വേണം. അതെ. ബൈ. See you.